ഇന്നത്തെ വീഡിയോയിൽ ഡോഗ്സിനുള്ള ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഡോഗ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനകത്തിപ്പം ഇതുണ്ടോ, 1 കപ്പ് വീറ്റ് ഫ്ലോറാണ് എടുത്തേക്കുന്നത്. ഈ 1 കപ്പ് ഇതിനകത്തേക്ക് ഇടാം. ഇനി ഇതിനകത്തേക്ക് വേണ്ടത്, അതിനകത്ത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വലിയൊരു ക്യാരറ്റാണ് ഇട്ടേക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടേണ്ടത് 1 എഗ്ഗാണ് കേട്ടോ. നമുക്ക് ഇടേണ്ടത് 1 എഗ്ഗ്. ഞാൻ ഇതിനകത്തേക്ക് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. 1 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്ന ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഇടാൻ പോകുന്നത് ഹണിയാണ്. ഞാൻ ഇതിനകത്ത് 1.5 ടീസ്പൂൺ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ചപ്പാത്തി മാവ് പോലെ ആവേണ്ട കാര്യമില്ല. കുക്കിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ അത്രയും സോഫ്റ്റ് ആവേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ചൊരു കട്ടിയിലുള്ള ഡോ ആയിട്ട് വേണം നമുക്ക് ഇതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, 1 എഗ്ഗിന് പകരം നിങ്ങൾക്ക് 2 എഗ്ഗ്സ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒന്ന് ചേർക്കുന്നുള്ളൂ. ഇതുണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ അതിന് വേറെ കൂടുതൽ വെള്ളം അല്ലെങ്കിൽ മിൽക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതേപോലൊരു ബേക്കിംഗ് ഷീറ്റിൽ വെച്ചിട്ട് നമുക്കിത് ആവശ്യമുള്ള ഒരു ഷീറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. കേക്ക് കട്ടർ ഉള്ളവർക്ക് അത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയുള്ളൊരു അടപ്പാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ഞാൻ കുറച്ചൊരു എണ്ണ പുരട്ടിയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ കിട്ടും. ബാക്കിയുള്ളത് നമുക്കിതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കിതേപോലത്തെ ഒരു ബേക്കിംഗ് ട്രേയിൽ എടുത്ത് വയ്ക്കാം. ഇനി ബിസ്ക്കറ്റ് നമുക്ക് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. 20 to 25 മിനിറ്റ്സ് മതിയാവും. ഇതുണ്ടോ, ഇവിടെ എനിക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുണ്ട് കൂടെ. 2 പേരും ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് ഓൾറെഡി ഞാൻ പ്രീ ഹീറ്റ് ചെയ്തതാണ്.
20 മിനിറ്റ്സ് 25 വയ്ക്കുന്നുണ്ട്. 180-ലാണ് കേട്ടോ. നമുക്ക് 20 മിനിറ്റ്സ് ആയിട്ട് നോക്കാം. ബിസ്ക്കറ്റ് എല്ലാം അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാൾ ദേ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വൈറ്റ് ബേബി ആണേ. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതിങ്ങനെ കുറച്ചൊരു സോഫ്റ്റായിട്ടാണ് കേട്ടോ ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. കണ്ടോ, ക്യാരറ്റ്സും അങ്ങനത്തതൊക്കെ കണ്ടോ. ഇനി നമുക്ക് ഇതെല്ലാം പിള്ളേർക്കൊന്ന് കൊടുത്തു നോക്കാം. നല്ല ചൂടായതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസായിട്ടേ കൊടുക്കുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇതപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഭയങ്കര ഈസിയാണ് കേട്ടോ, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഭയങ്കര ഈസിയാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം.